കൊല്ലം ജില്ലയിലെ പുനലൂർ ടൗണിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ മാറി കല്ലടയാറിന്റെ തീരത്തായിട്ട് 106 ഏക്കർ ഭൂമിയിൽ ഗവൺമെന്റ് ഹൈടെക് ഫാം ആൻഡ് ഫാം ടൂറിസം സെന്റർ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വന്ന് കാണാൻ ടിക്കറ്റൊക്കെ എടുക്കണം കേട്ടോ. പക്ഷെ ചെറിയൊരു തുക മാത്രമേ നമുക്ക് ഈടാക്കത്തുള്ളൂ കേട്ടോ. പശു, ആട്, കോഴി, ഒട്ടകപ്പക്ഷി, എമു, കുതിര എന്നിവയെല്ലാത്തിനെയും നമുക്ക് ഇവിടെ വരുമ്പോൾ കാണാം കേട്ടോ. ഇതിനെയെല്ലാം ഇവിടെ വളർത്തുന്നുണ്ട്. ഇതെന്തുവാണെന്നറിയോ, നമ്മുടെ പശുവിൻ്റെ ചാണകമൊക്കെ കൂട്ടി വെച്ചിരിക്കുകയാണ്, ഉണക്കിയിട്ട് വിൽക്കാനാണ്. ഇവിടെ ഒക്കെ പശുവിനും ആടിനും ഒക്കെ കൊടുക്കാനുള്ള പുല്ല് വളർത്തിയിരിക്കുക കേട്ടോ. അതിൻ്റെ തീറ്റകളൊക്കെയാണ് അവിടെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ വളർത്തിയിരിക്കുന്നത്. പിന്നെ വേണ്ട, ഇത് നമ്മുടെ പുല്ലൊക്കെ പറിച്ചിട്ട് ഇടുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. ഈ വണ്ടിയുടെ പേരെന്തോന്നൊന്നും എനിക്കറിയത്തില്ല. അതിൻ്റെ ടയറിൻ്റെ സൈസ് ഭയങ്കര വലിയ സൈസാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ വണ്ടിയൊക്കെ കാണുന്നത്. ഇവിടെ എല്ലാം ആണ്ട് ആ പുല്ല് വളർത്തിയിരിക്കുക കേട്ടോ. ഇച്ചിരി പോലും സ്ഥലം വെറുതെ വേസ്റ്റ് ആക്കാതെ അവർ എല്ലായിടത്തും നമ്മൾ പശുവിൻ്റെ ഒക്കെ തീറ്റ അവിടെ വളർത്തിയിട്ടുണ്ട് കേട്ടോ. നിയമോള് ഫ്രണ്ടിൽ നടക്കുകയാണേ. ഭയങ്കര ആവേശത്തോടൊക്കെയാണ് നടക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എന്താണ്ട് മയിലൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത് കുറേ എണ്ണത്തിനെ ഞാൻ കണ്ടു കേട്ടോ. അതൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ടൊക്കെ അങ്ങ് നടക്കുക. പിന്നെ ഞങ്ങൾ പോയത് എമ്മുവിൻ്റെ കൂട്ടിലോട്ടാണ്. അതിൻ്റെ അകത്ത് 2-3 എമ്മുക്കളുണ്ടായിരുന്നു. പക്ഷെ വലിയ സൈസാണ് കേട്ടോ. നല്ല രസമായിരുന്നു കാണാൻ. പിന്നെ അതിങ്ങനെ നമ്മളെ കൊത്താൻ വരുന്നത് പോലൊക്കെ വന്നു കേട്ടോ. ഞാനൊന്ന് പേടിച്ചു പോയി. നമുക്ക് ഒത്തിരി നടക്കാനുണ്ട് കേട്ടോ. ഞങ്ങളൊക്കെ ആണെങ്കിൽ കാറിലാണ് ആ വഴിയൊക്കെ പോയത് കേട്ടോ. ഓരോ സ്റ്റോപ്പ് വരുമ്പോഴും നിർത്തിയിട്ട് അവിടെ കാണുക, പിന്നെ വണ്ടിയിൽ കയറുക, പിന്നെ സ്റ്റോപ്പ് വരുമ്പോൾ അടുത്ത് നിർത്തുക. അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ വന്ന് കാണുന്നത് കേട്ടോ. നടക്കാനാണെങ്കിൽ ഒത്തിരി നടക്കാനുണ്ട്. ഭയങ്കര ടയർഡാവും. അതുപോലെ തന്നെ സമയവും. ഇവിടെ ഞാൻ വന്നിട്ട് കൂടുതലും കണ്ട് പശുക്കളെയാണ്. പിന്നെ കിടാക്കളെയൊക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. വലിയ പശുക്കൾ, കറക്കുന്ന പശുക്കളെയൊക്കെ വേറെയും. പിന്നെ പല ടൈപ്പ് പശുക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വലിയ കൊമ്പുള്ള പശുക്കൾ, കുഞ്ഞു പശുക്കളൊക്കെ ഉണ്ടല്ലോ, ഇച്ചിരി വില കൂടിയ പശുക്കളൊക്കെ ഉണ്ടല്ലോ, ആ പശുക്കളൊക്കെ വേറെ സ്ഥലത്ത്. അങ്ങനെ ഓരോ ടൈപ്പും വേറെ വേറെ സ്ഥലത്തായിട്ടൊക്കെ ആയിരുന്നു ഇരുന്നത്. പിന്നെ ഞങ്ങൾ കണ്ടത് ഒട്ടകപ്പക്ഷിയാണ് കേട്ടോ. ഒട്ടകപ്പക്ഷിയും ഒരു 2-3 എണ്ണം അങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, വലിയ ഒട്ടകപ്പക്ഷിയെ. അതിൻ്റെ കുഞ്ഞുങ്ങൾ അവിടെ എങ്ങാണ്ട് ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ അതിനെ കണ്ടില്ല. അത് കുഞ്ഞുങ്ങളുണ്ടെന്ന് അവർ പറഞ്ഞത്. അതിനെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചിരിക്കുമായിരുന്നേ. അതുകൊണ്ട് അതിനെ ശരിക്കും കാണാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. ഇതിൻ്റെ മുട്ടയൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ. എമുവിൻ്റെയും ഓസ്ട്രിച്ചിൻ്റെ, അതായത് ഒട്ടകപ്പക്ഷിയുടെയും ഒക്കെ മുട്ടയും കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഭയങ്കര റേറ്റാണ് അതിനൊക്കെ. അതുപോലൊക്കെ തന്നെ കിട്ടണമെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ന് കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ. അത് അതിൻ്റെ സ്റ്റോക്ക് ആവുമ്പോൾ അവർ തന്നെ വിളിച്ച് പറയുക ചെയ്യുന്നത്. അതുപോലെ തന്നെ കോഴിയും താറാവും കടക്കോഴിയും ഒക്കെ ഇവിടെ ഉണ്ട്. അതിൻ്റെ എല്ലാം മുട്ട നമുക്ക് ചോദിച്ചാൽ നമ്മൾക്ക് വില കുറവിൽ കിട്ടും. പിന്നെയും പശു. ഇത് എവിടെ നോക്കിയാലും പശുവാണ് കേട്ടോ കൂടുതൽ. എനിക്കൊന്ന് ഇത് വേറെ ഇനം പശുവാന്ന് തോന്നുന്നു. ഓരോ ഇനം പശുക്കളെ ഓരോ സ്ഥലത്താന്ന് തോന്നുന്നു കേട്ടോ കെട്ടിയിടുന്നത്.
പിന്നെ അങ്ങോട്ട് കുറച്ചും കൂടി പോയപ്പം മീൻകുളമാണ് കണ്ടത്. ഇഷ്ടത്തിന് മീൻ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. എന്ത് മീനാണെന്നൊന്നും അറിയത്തില്ല, പക്ഷെ നല്ല കാണാനൊക്കെ ഉണ്ട്. അവിടുന്ന് കുറച്ചങ്ങോട്ടും കൂടി അങ്ങോട്ട് നടന്നു പോയപ്പോൾ ഇല്ലേ, അവിടെ നല്ലൊരു അടിപൊളി വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാൻ, പറയാൻ പറ്റത്തില്ല, അതുപോലത്തെ വ്യൂ പോയിന്റാണ്. പക്ഷെ ഞങ്ങൾ ഇതിപ്പോൾ കയറിയിരിക്കുന്നത് ഒരു ട്രീ ഹൗസാണ്. ട്രീ ഹൗസ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ചെറിയൊരു കൂടാരം പോലൊക്കെ ഇങ്ങനെ മരത്തിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുക. അവിടെ നിന്ന് നോക്കി നല്ല രസം കാണാൻ. അവിടെ ഒരു പാറ കണ്ടോ, അവിടെ പോയി നോക്കിയാലും നല്ല രസമുള്ള കാഴ്ചയൊക്കെ അവിടെ കാണാൻ കേട്ടോ. നല്ല രസം അവിടെ കാണാൻ. അറ്റ്ലീസ്റ്റ് ഒരു വൈകിട്ടൊക്കെ നമുക്ക് പോവുകയാണെങ്കിൽ, സൺസെറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ നല്ല കാറ്റും നല്ല സൺസെറ്റും ഒക്കെ കണ്ട് നമുക്ക് മടങ്ങാം കേട്ടോ. അത്രയ്ക്ക് നല്ല വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ. കയറാൻ എളുപ്പമായിരുന്നു കേട്ടോ സ്റ്റെപ്പേൽ, പക്ഷെ ഇറങ്ങാൻ നോക്കിയപ്പോൾ ഇച്ചിരി ഒന്ന് പേടിച്ചു പോയി കേട്ടോ. അതുപോലൊക്കെ താഴോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു തലയിറക്കം പോലൊക്കെ ചില സമയത്ത് തോന്നും കേട്ടോ. എല്ലാവർക്കും ഒന്നും അങ്ങനെ തോന്നത്തില്ല, പക്ഷെ എനിക്ക് നല്ല ഒരു പേടി തോന്നിയായിരുന്നു. പിന്നെ അങ്ങ് ധൈര്യം സംഭരിച്ച് അങ്ങോട്ട് ഇറങ്ങുക, അത്രേ ഉള്ളൂ. പിന്നെ ഒരു ചെടിയും മീനുകളെയും അങ്ങനെയൊക്കെയുള്ള കുറച്ചൊരു സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഒരു ടൈപ്പ് എലിയാണ് കേട്ടോ. നല്ല രസമാണ് ഞാൻ കാണാൻ, അതിൻ്റെ പേരൊന്നും അറിയില്ല. പിന്നെ മീനുകൾ, ചെടികൾ, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതെല്ലാം ഒരൊറ്റ സ്ഥലത്തു നിന്ന് നമ്മൾ കാണുന്നത് കേട്ടോ. നമുക്ക് അതായത് ഇപ്പോൾ കുട്ടികളും അമ്മമാരും എല്ലാവർക്കും ഒരേപോലൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണെന്നേ പറയത്തുള്ളൂ കേട്ടോ ഞാൻ. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞില്ലേ, ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഈ മീനുകൾ, മൃഗങ്ങൾ, അവർക്കൊക്കെ അത് ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് കളിക്കാനുള്ള ഒരു പാർക്ക് പോലൊക്കെ അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടത്തിന് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റിയ ഒരു പാർക്കാണ്. നിയമോൾ അതിൻ്റെ അകത്ത് കയറി എല്ലാം ട്രൈ ചെയ്തു കേട്ടോ, ഒന്നുപോലും വെക്കാതെ. ഓടി ഓടി നടക്കുമായിരുന്നു കേട്ടോ, എല്ലാത്തിൻ്റെ അകത്തും കയറി ചെയ്യാൻ വേണ്ടി ഓടി നടക്കുമായിരുന്നു അവളെ. പിന്നെ ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് പേടി വരുമല്ലോ, നമ്മൾ അയ്യോ വീഴുമോ ഇല്ലയോ അങ്ങനെയൊക്കെ പേടി വരും കേട്ടോ. അതുപോലത്തെ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഈ പ്ലേ ഗ്രൗണ്ടിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു കുതിരാലയം ഉണ്ടായിരുന്നത്. അതിൻ്റെ അകത്ത് 2-3 കുതിരകളൊക്കെ കണ്ടായിരുന്നു കേട്ടോ. കുതിരയുടെ പുറത്തൊക്കെ കയറി സവാരിയൊക്കെ ചെയ്യും, പക്ഷെ അതിൻ്റെ ടൈം നമുക്ക് ഏതാണെന്നൊന്നും നമുക്കറിയത്തില്ല, എപ്പോഴാണെന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു. ഈ പറിച്ചു വെച്ച് പുല്ലുകളൊക്കെ ഇല്ലേ, ഇത് അരയ്ക്കുക കേട്ടോ. മീൻസ് അരയ്ക്കാന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പീസുകളാക്കുകയാണ് മെഷീനിലൊക്കെ ഇട്ടിട്ട്. എന്നിട്ട് അവർക്കങ്ങ് കൊടുക്കാനാ, പെട്ടെന്ന് കഴിക്കാനൊക്കെ പറ്റുമല്ലോ. പിന്നെ നമ്മൾ ആ ട്രീ ഹൗസിൽ നിന്ന് നമ്മൾ മണ്ടയ്ക്ക് വന്നൊരു ഇത് കണ്ടില്ലായിരുന്നു, പാറയൊക്കെ ഇരിക്കുന്ന സ്ഥലം. ആ സ്ഥലമാണ് കേട്ടോ ഇത്. നല്ല രസമാണ് കാണാൻ, നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. ഇവിടെ ഇരുന്ന് നല്ല കാറ്റായിരുന്നു, ഭയങ്കരമായിട്ട് അങ്ങ് കാറ്റടിച്ച് നല്ല സുഖം അവിടെ ഇരിക്കാം. കുറച്ച് നേരമെങ്കിലും നമ്മൾ അവിടെ ഇരിക്കണം, എന്നാലേ നമുക്കത് അറിയത്തുള്ളൂ കേട്ടോ. പിന്നെ സൺസെറ്റൊക്കെ ആയിരുന്നു, പക്ഷെ സണ്ണിനെ ഒന്നും അങ്ങനെ കണ്ടില്ല, മേഘം കൊണ്ടൊക്കെ മൂടിക്കിടക്കുമായിരുന്നേ.
ഇവിടെ നോക്കിയാൽ നമുക്ക് ദൂരെയുള്ള മലകൾ വരെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അത്രയ്ക്ക് രസമാണ് കാണാൻ. പിന്നെ മഴക്കാലത്തൊന്നും വരല്ല, ചിലപ്പോൾ പാറയൊക്കെ അല്ലേ, തെന്നിയൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസാണ്. കുഴിയാണ് കേട്ടോ, താഴോട്ട് ഭയങ്കര കുഴിയൊക്കെയാണ്. തീർന്നിട്ടില്ല കേട്ടോ, ഒരു പശുത്തൊഴുത്തും കൂടെ കാണാനുണ്ട്. ഞങ്ങൾ വിചാരിച്ചത് തീർന്നു കാണുമെന്നാണ് കേട്ടോ, പക്ഷെ ഇതും കൂടി കാണാനാണ്, താഴെയായിട്ടായിരുന്നേ. അപ്പം ഇതും കൂടി ഒന്ന് കാണാം, കണ്ടിട്ട് പോയാലും വന്നതല്ലേ, കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് അവിടെയും കയറി. ഇഷ്ടത്തിന് പശുക്കൾ അവിടെയും ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 1000 കൂടുതൽ പശുക്കളെങ്കിലും ഇവിടെ കാണും കേട്ടോ. ഇതിനെല്ലാം പാല് കറക്കുന്നത് എവിടെയാണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹത്തിന് ഞങ്ങൾ ചോദിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ അവിടെ ഒന്നും കാണിക്കത്തില്ല, പക്ഷേ ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നു കേട്ടോ. ഇതിൻ്റെ അകത്ത് ഈ കുട്ടികളെയൊക്കെ ഇങ്ങനെ ലൈനായിട്ട് കൊണ്ടുപോകുന്ന പോലെ പശുക്കളെ ഇതുപോലൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ ഓരോത്തിനെയും കയറ്റി ലോക്കിട്ട് പാല് കറക്കും. മെഷീൻ വെച്ചിട്ടാണ് കേട്ടോ പാല് കറക്കുന്നത്. അത് കണ്ട് ഒരു കിളിയുടെ പുറത്ത് വേറൊരു കിളി ഇരിക്കുന്ന. പിന്നെ ഇതെന്ന് പറയുന്നത് കല്ലടയാറിലെ ചെക്ക് ഡാമാണ് കേട്ടോ. ഇത് അത്ര അടുത്തൊന്നും കാണാൻ പറ്റത്തില്ല, ഞാൻ സൂം ചെയ്തുകൊണ്ടാണ് നമുക്കിത് ഇങ്ങനെ ഇത്ര വൃത്തിയിൽ കാണാൻ പറ്റും. ഇത്രയും ദൂരം ഉണ്ട് കേട്ടോ, ഞാൻ ആ ഫോൺ കൊണ്ട് സൂം ചെയ്തുകൊണ്ട് ഇത്രയും കാണാൻ പറ്റുന്നത്. ഈ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ വെള്ളം യൂസ് ചെയ്യുന്നത് കേട്ടോ. ചിലപ്പം ഈ ഫാമിലും ഇതിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ഇത് എടുക്കുന്നുണ്ടായിരിക്കാം, അറിയത്തില്ല, നമ്മൾ രോഗം പറയുകയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ബോക്സ് വെറുതെ കിടക്കുകയാണ്, അതിൻ്റെ അകത്തൊക്കെ ഒരു കമൻറ്റൊക്കെ അടിക്കുക. അപ്പം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് കൂട്ടുകൂടണേ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ.